ഗാന്ധിയാണെന്ന് പറയുമ്പോഴും അതൊരു ഹിമാലയൻ നുണയാണ് എന്ന് ഇന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇസ്ലാം എന്ന വികാരത്തെ മുറുകെ പിടിച്ച് കുറച്ച് ആളുകൾ അങ്ങനെ പ്രീണനം അഴിച്ചു വിടുമ്പോൾ വേറെ കുറച്ച് ആളുകൾ ഗാന്ധി എന്ന വികാരം അഴിച്ചു വിടുന്നു. ഇത് രണ്ടിനും ഈ സ്വതന്ത്ര ഇന്ത്യയിൽ ഇന്ന് സ്ഥാനമില്ല. കാരണം വികാരങ്ങൾക്കല്ല, മറിച്ച് വിവേചന ബുദ്ധിക്കാണ് ഇന്ന് ഈ രാജ്യം സ്ഥാനം നൽകുന്നത്. നമുക്ക് ഏതൊരു കാര്യവും ഗ്രഹിച്ച് മനസ്സിലാക്കി പെരുമാറാൻ കഴിയണമല്ലോ. ഇന്ന് എല്ലാവർക്കും സത്യം അറിയാം, യാഥാർത്ഥ്യം ഒരുപാട് ദൂരെയല്ല എന്നറിയാം. ഇന്ന് ക്രിസ്ത്യൻ മതവിശ്വാസികൾ ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ ഒരുപാട് ഉസ്താദുമാർക്ക് കുരുക്കൾ പൊട്ടുന്നു. നിങ്ങൾ നബിദിനം ആഘോഷിക്കാറില്ലേ? എപ്പോഴെങ്കിലും ഏതെങ്കിലും ക്രൈസ്തവ പുരോഹിതന്മാര് അതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ടോ? ഇവര് പള്ളിപ്പെരുന്നാളുകൾ, ഉറൂസ്, എന്തെല്ലാം കോപ്രായങ്ങൾ ഇവര് കാണിക്കുന്നുണ്ട്. അതിനൊന്നും ആരും പറയാറില്ല. പക്ഷേ ഇവർക്ക് ഇവരുടേതിനു മാത്രം കൊമ്പും തുമ്പിക്കൈയും ഒക്കെ ഉണ്ട്. അതങ്ങ് പാകിസ്ഥാനി മതിയാക്ക. ഇവിടെ ഇനി അത് നടക്കില്ല. ക്രിസ്മസ് ആഘോഷിക്കപ്പെടേണ്ടത് തന്നെയാണ്, ഒരു സംശയമല്ല. ആര് ആര് ക്രൈസ്തവ മതവിശ്വാസികൾ ക്രിസ്മസ് ആഘോഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇസ്ലാം മതവിശ്വാസികൾക്ക് ആഘോഷിക്കപ്പെടണോ? വേണ്ട. ഇനി ഞാനിത് പറയുമ്പോഴേക്കും ഇങ്ങോട്ട് വർഗീയവാദിയാക്കാനോ നിൽക്കണ്ട, വിഷയങ്ങൾ പറയണം. ഒരു ഉദാഹരണം ഞാൻ പറയാം. രണ്ട് സുഹൃത്തുക്കൾ, ഒരാൾ കോൺഗ്രസ്സുകാരനും ഒരാൾ കമ്മ്യൂണിസ്റ്റുകാരനും എഴുതിക്കൊണ്ട് പെട്ടെന്ന് മനസ്സിലാൻ പറയാം. കോൺഗ്രസ്സുകാരനായ ഈ മനുഷ്യൻ കമ്മ്യൂണിസ്റ്റുകാരനായ ഈ മനുഷ്യരുടെ നല്ല ബന്ധമാണ്, ഒരുമിച്ചാണ് യാത്ര, ഒരുമിച്ചാണ് കിടത്തം, ഒക്കെ ശരിയാണ്. പക്ഷെ ഇയാൾ യഥാർത്ഥ കോൺഗ്രസിന്റെ അനുഭാവിയാണെങ്കിൽ ഇയാൾ കമ്മ്യൂണിസ്റ്റിന്റെ യോഗത്തിൽ പോയി പങ്കെടുക്കും? കമ്മ്യൂണിസ്റ്റിന്റെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനുള്ള പണിയെടുക്കും? അങ്ങനെ ഉള്ളിലൂടെയൊക്കെ പണിയെടുത്താൽ അതിനെന്താ നമ്മുടെ നാട് വിളിക്കൽ? അപ്പൊ അവിടുത്തെ നേതാക്കൾ കൃത്യമായിട്ട് പറയും, നിങ്ങൾ അതിന് പണിയെടുക്കാൻ പാടില്ല, നിങ്ങൾ പാർട്ടിയിൽ മാത്രം ഉറച്ചു നിൽക്കണം, മറ്റേ പാർട്ടിനെ സഹായിക്കാൻ പാടില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയുടെ നിലപാട്. മതപണ്ഡിതന്മാർ പറയാണ്, നിങ്ങൾ ഇസ്ലാമിന്റെ വിശ്വാസങ്ങളെ അനുസരിച്ച് നിൽക്കണം, മറ്റു മതവിശ്വാസങ്ങളിൽ നിങ്ങൾ അമിതമായി പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ വർഗീയത. എവിടുത്തെ ന്യായത്? രാഷ്ട്രീയക്കാർ പറയുമ്പോൾ നിലപാട്, മതപണ്ഡിതന്മാർ പറഞ്ഞാൽ അത് വർഗീയത. എങ്ങനെ വർഗീയരാകും? അല്ല ഉസ്താദെ, ഉദാഹരണങ്ങളൊക്കെ പഠിപ്പിച്ചത് ആരാണ് നിങ്ങളെ? മുമ്പ് ഞാന് ജാമിയ നദവി അറബി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ബോബനും മോളിയും എന്ന് വിളിക്കുന്ന രണ്ട് അധ്യാപകരുണ്ട്. ഒന്ന് മൂസ മൗലവി, ഒന്ന് അബ്ദുട്ടി മൗലവി. ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അന്നും നല്ല പ്രായമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും എപ്പോഴും ഒരുമിച്ചേ നടക്കുള്ളൂ. ഈ അബ്ദുട്ടി മൗലവിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്ത് നമ്മൾ പറഞ്ഞാലും ഒരു ഉദാഹരണം പറയും. ഈ വിഷയവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഉദാഹരണമായിരിക്കും കക്ഷി കൊണ്ടുവരിക. അപ്പോൾ ഒരു ദിവസം ഇദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ചുമ്മാ ഇരുന്നിങ്ങനെ, ആ പ്രായം അങ്ങനെയാണല്ലോ, കുറച്ച് ഇങ്ങനെ അങ്ങ് മുട്ടിയിരുന്നു. അദ്ദേഹം കണ്ടു ഞാനാണിത് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം പെട്ടെന്ന്, ഉദാഹരണത്തിന് ഈ ക്ലാസ്സിൽ ആർക്കും ക്യാൻസർ ഇല്ല. എനിക്ക് കത്തി. അപ്പൊ ഞാൻ, ഓ എന്തൊരു ഉദാഹരണമാണ് മാഷേ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ കൈ കൊട്ടി കേട്ടോ. ആ, അപ്പൊ നിനക്ക് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞ ഉദാഹരണം? അതെ, ആശു ഉദ്ദേശിച്ചത് ഞാനെന്നൊക്കെ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ അങ്ങ് തത്തിപ്പൊത്തി വിട്ടു. എന്ന് പറയുന്നത് പോലെ ഇദ്ദേഹം പറയുന്നതിനനുസരിച്ചിട്ടാണെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഒരു കോൺഗ്രസ്സുകാരനും ഒരുമിച്ച് ഒരു വീട്ടിൽ ജീവിക്കാൻ പറ്റില്ല എന്നല്ലേ കക്ഷി പറഞ്ഞതിന്റെ അർത്ഥം? അല്ലേ? നമ്മുടെയൊക്കെ വീടുകളിൽ വ്യത്യസ്തമായിട്ടുള്ള ആശയധാരകൾ വിശ്വസിക്കുന്ന ആളുകളില്ലേ? സുന്നിയുണ്ട്, മുജാഹിദ് ഉണ്ട്, വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളുണ്ട്. അപ്പൊ അവരാരും ഒരുമിച്ച് പോകാൻ പാടില്ല എന്നാണ് ഈ കക്ഷി പറയുന്നത്. ശരി, ഈ കോൺഗ്രസ്സുകാരനായ കമ്മ്യൂണിസ്റ്റുകളുടെ മീറ്റിംഗിൽ പോയി പങ്കെടുക്കുന്നത് എനിക്കല്ലല്ലോ മതസൗഹൃദം എന്ന് പറയാം, അല്ല രാഷ്ട്രീയ സൗഹൃദം എന്ന് പറയാം. അവരുടെ മീറ്റിംഗ് പങ്കെടുക്കുക, ഇലക്ഷൻ കാര്യങ്ങൾക്ക് പ്രവർത്തിക്കുക, വോട്ട് പിടിക്കാൻ വേണ്ടി പോവുക, ഇതിലല്ല എന്തെന്ന് പറയാം രാഷ്ട്രീയ സൗഹൃദം എന്ന് പറയാം. മറിച്ച് എന്താ രാഷ്ട്രീയ സൗഹൃദം? അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ബോർഡ് കണ്ടാൽ, ഒരു കൊടിമരം കണ്ടാൽ അതിന് തകർക്കാതിരിക്കുക, അവരുടെ സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിനെ അതിന്റെ മുകളിൽ പോയി കരിയർ വെക്കാതിരിക്കുക, അവർക്ക് ചെയ്യാനുള്ള അറ്റ്മോസ്ഫിയർ ഒക്കെ അതേപോലെ തന്നെ നിലനിർത്തി കൊടുക്കുക, നമ്മൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ചിന്തിക്കാതിരിക്കുക, അങ്ങനെ കോൺഗ്രസ്സുകാരൻ പോയിട്ട് കമ്മ്യൂണിസ്റ്റുകാരന്റെ ഒരു പ്രോപ്പർട്ടി തകർക്കാതിരിക്കുക. ഇതാണ് രാഷ്ട്രീയ സൗഹൃദം. ഇത് തന്നെയാണ് മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ. അവരുടെ മതാചാരങ്ങൾ അതേ രൂപത്തിൽ അനുഷ്ഠിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്, അത് ചെയ്യാൻ. അത് കാണുമ്പോൾ നമ്മൾ ആരും അതിനെ വ്രണപ്പെടുത്താൻ പോകേണ്ടതില്ല, നമ്മൾ ആരും അത് ചെയ്യാനും പോകേണ്ടതില്ല. ക്രിസ്മസ് ആഘോഷം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ക്രിസ്തു ജനിച്ച ദിവസമാണ്, യേശുവിന്റെ ജന്മദിനാണ്. യേശു എന്ന് പറയുന്നത് ആരാണ്? യേശു എന്ന് പറയുന്നത് ദൈവപുത്രനാണ്, ദൈവത്തിന്റെ മകനാണ് യേശു എന്ന് പറയുന്നത്. ആയിക്കോട്ടെ, നമുക്ക് വിരോധമില്ല, അവരുടെ വിശ്വാസമാണ്, അവർക്ക് അങ്ങനെ വിശ്വസിക്കാം, ഈ രാജ്യത്ത് അങ്ങനെ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ വിശ്വാസം എന്താണ്? ലം യലിദ് വലം യൂലദ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മറ്റുള്ള നബിമാരെ പോലെ തന്നെ ഒരു നബി മാത്രമാണ്, അള്ളാന്റെ മകനൊന്നുമല്ല. ഉസ്താദ് ക്ലിയർ ആയിട്ട് പറഞ്ഞത് കൊണ്ട് മനസ്സിലായില്ലേ? അപ്പോൾ ഈസാ നബിയുടെ വാപ്പയാരാണ് ഉസ്താദെ? സമയം കിട്ടുമ്പോൾ പറഞ്ഞാൽ മതി.
ഇനി വിശ്വാസികൾ വന്നിട്ട് എന്നെ പൊങ്കാല ഇടണ്ട, പൊങ്കാല ഇട്ടാലും അതൊന്നും ഏക്കത്തില്ല. കാരണം ദാ അപാര തൊലിക്കട്ടിയാണ്, രക്ഷയില്ല. അപ്പോ ഈസാ നബി അള്ളാഹു മറിയമിന്റെ തുണി മാറ്റി ഗുഹ്യഭാഗത്ത് ഊതി എന്ന് പറയുന്നു. പുല്ല് പോയിട്ട് നമ്മൾ വിശ്വസിച്ചു. ഏ ഊതി കുട്ടിയെ ഉണ്ടാക്കിയതാ. ശരി. അപ്പോ നമ്മുടെ ഖുർആനിൽ പറഞ്ഞ ഈസാ നബിയുടെ വാപ്പയെ കൊണ്ടൊന്ന് കാണിച്ചു തരാമോ? ഇതൊരു വെല്ലുവിളിയായിട്ട് കൂട്ടിക്കോ. ഈസാ നബിക്ക് ഒരു വാപ്പയും മുഹമ്മദ് നബിക്ക് നേർക്ക് നേരെ മര്യാദക്കുള്ള ഒരു ബയോളജിക്കലി ഫാദറിനെയും നിങ്ങൾ കൊണ്ടുവന്ന് നിർത്തിയിട്ട് യേശുവിന്റെ ജന്മദിനത്തെ കുറിച്ച് നിങ്ങൾ പറ, ഞാനും മുമ്പിലുണ്ടാവും. അവന്മാര് കള്ളന്മാരാണെന്നേ. ഒരു 4 പൊറോട്ട കെട്ടുകാരെ മുമ്പിൽ കണ്ടു കഴിഞ്ഞാല് ഇവര് നുണയേ പറയും. കാരണം ഇവരെന്ത് പറഞ്ഞാലും തൊള്ള തൊടാതെ വിശ്വസിക്കുന്ന ഒരു ജനസമൂഹമാണ് മുമ്പിൽ നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ ബാലുവണ്ണം വന്നിട്ട് പെപ്സിയെ കുറിച്ച് പറഞ്ഞ് നിങ്ങൾ കേട്ടിരുന്നോ? ഏ ബാലുവണ്ണന് 10 ലക്ഷം രൂപ ഞാൻ കൊടുക്കാം, പെപ്സിയും കോളയും ഹറാമാണ് എന്ന് ഖുർആൻ പറഞ്ഞ ഒരു വചനം ഒന്ന് പറയാമോ? ഈ പെപ്സിയൊക്കെ വന്നത് തന്നെ എന്നാ? പെപ്സിയും കോളയും ഒക്കെ വന്നത് എന്നാ? എന്നിട്ട് ഇദ്ദേഹം തൊയ്യബാത്തും ഷാരിബും ഒക്കെ പൊക്കിപ്പിടിച്ചുകൊണ്ട് വന്നിട്ട് കക്ഷിയുടേതായിട്ടൊരു ദുർവ്യാഖ്യാനമൊക്കെ കൊടുത്ത് അയാള് ഖുർആനിൽ കണ്ടെത്തിയതായിട്ടൊരു വിശദീകരണവുമായിട്ട് വന്ന് നിൽക്കുക. മനസ്സിലായോ? ആളെ പിടിക്കാൻ ഇന്ന് ഇസ്ലാമിലേക്ക് ആൾക്കാർ വരുന്നില്ല. 10,000-കണക്കിന് ആളുകൾ ഇസ്ലാം വിട്ടു എന്ന് അലിയാർ കാസിമി പറഞ്ഞത് നമ്മൾ കേട്ടില്ലേ? ഇസ്ലാം വിട്ടോണ്ടിരിക്കുക യുവത. നമ്മുടെ റഹ്മത്തുള്ള കാസിമി മൂത്തേടം പറയുന്നത് കേട്ടില്ലേ? 2030 മലബാറിൽ മുഴുവനും നിരീശ്വരവാദികളായി മാറുമെന്ന്. കാരണം മുഴുവൻ യുവതയ്ക്കും കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലായി. ഹാറൂൻ പ്രൂഫ് ചോദിക്കേണ്ടത് അവരോടാണ്, ഞങ്ങളോടല്ല, എന്നോടല്ല. ഹാദിയ, ജുമയ്ക്ക് ഇമാമ് നിൽക്കാൻ പോകലുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യാൻ പോകുക? എന്നാലും നിനക്ക് കയറാൻ പറ്റത്തില്ലല്ലോ. ഇല്ലല്ലോ, ഒരു മൂലയ്ക്ക് ഇരിക്കു വെച്ചേച്ചല്ലേ. നിനക്ക് പള്ളിയിൽ കയറാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ നിന്നില്ലെങ്കിലും നിനക്ക് വലിയ കാര്യമൊന്നുമില്ല, ചെല്ലേ. അപ്പോ ഒന്ന് നിങ്ങൾ നോക്കണം ഇവരുടെ ഈ തന്ത്രങ്ങളും നുണപ്രചാരണങ്ങളും. പെപ്സിയും കോളയും ഒക്കെ 6-ാം നൂറ്റാണ്ടിൽ നബിക്കിറങ്ങിയ ഖുർആനിൽ ഉണ്ടായിരുന്നു എന്ന് നുണ പറഞ്ഞ് സ്വന്തം ജനതയെ തന്നെ വഞ്ചിക്കുന്ന ഈ കള്ളന്മാര് പറയുന്നതിൽ എത്രമാത്രം യാഥാർത്ഥ്യം ഉണ്ടാകുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം. നമുക്ക് എല്ലാവർക്കും ബുദ്ധിയുണ്ടല്ലോ. കോള ഏത് കാലത്താണ് ഇറങ്ങുന്നത്? പെപ്സി എന്നാണ് ഇറങ്ങുന്നത്? ഇന്നത്തെ പുതിയ തലമുറ അവര് എന്താണ് സത്യം, എന്താണ് മിഥ്യ എന്ന് കണ്ടെത്തുക തന്നെ ചെയ്യും. ഇവരുടെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മുമ്പേ ഒരു 5-6 മുസ്ലിം പ്രഭാഷകരെ കാണിച്ചു തന്നില്ലേ? ഇസ്ലാമിനെ വിവസ്ത്രമാക്കി നിർത്തുന്നത് ഇവരാണെന്ന്. അതിൽപ്പെട്ട പണ്ഡിതന്മാരാണ് ഇവരെല്ലാം. ഇസ്ലാമിനെ കൂടുതൽ ആളുകൾക്ക് അന്വർത്ഥമാക്കി കൊടുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരായി മാറുന്നതും ഇവരൊക്കെ കാരണം തന്നെയാണ്. ഇവരെന്താണ് പറയുന്നത് എന്ന് ഇവർക്ക് തന്നെ അറിയില്ല. അലിയാർ കാസിമിയാണ് പറയുന്നത്, ഈ കേരളത്തിൽ നിന്ന് പുതിയ തലമുറയിൽ നിന്ന് 10,000-കണക്കിന് മുസ്ലിം കൗമാരങ്ങൾ മതം വിട്ടു പോയിട്ടുണ്ട് എന്നത് എനിക്കറിയാമെന്ന്. ആ ഹാറൂനെ എടുത്ത് മര്യാദയ്ക്ക് നിൽക്കുന്നെങ്കിൽ നില്ലടാ, ചെല്ലേ. നീ നിന്റെ അഡ്രസ്സിങ് ഇതാ, നിനക്ക് കത്തെഴുതി ഇട്ട് തരാം ആരൊക്കെയാണ് ആ 10,000-കണക്കിന് ആളുകളെന്ന്. ഇറങ്ങിപ്പോടാ നാറി. എന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ പോലും ഒരു മനസ്സില്ലാതെ, പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ പോലും പറ്റാതെ ഇവനൊക്കെ വന്നേക്കാണ് നമ്മളെ പാപ്പിച്ചാൻ. ഇൻസെസ്റ്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇൻസെസ്റ്റ് ആണ്.
അവന് വേണ്ടിയിട്ട് ഞാൻ തെളിവെടുക്കണതൊന്നും അല്ല കേട്ടോ. കാസ പറഞ്ഞ പേടിക്കാൻ എടുക്കുമ്പോ എല്ലാം പുലിയാർ കാസിമിയുടെ അതൊക്കെ കിട്ടുന്നുള്ളല്ലോ. കുറെ അപ്പിക്കുപ്പായക്കാരികൾ കയറി വന്നിട്ടുണ്ടല്ലോ. മറ്റവന്മാരൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോ ഇവളുമാരാണ് ഇറങ്ങിയിരിക്കുന്നത് കളം പിടിക്കാൻ. പോയി വല്ല ദിക്റോ വല്ലതും ചൊല്ലിയിട്ടൊരു മൂലയ്ക്ക് പോയിരിക്കും പിള്ളേരെ. ചെല്ല്, നിന്നെയൊക്കെ ഇവിടെ ആരാ വിളിച്ചത്? ഇതേ തലയ്ക്കകത്ത് ആളുതാമസമുള്ളവർക്കുള്ള ലൈവാണ്. അപ്പോ 10,000-കണക്കിന് ആളുകൾ ഇസ്ലാം മതം ഉപേക്ഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നത് മുസ്ലിം പുരോഹിതന്മാരാ. ആര്? അലിയാർ കാസിമിയെ പോലെ, റഹ്മത്തുള്ള കാസിമി മൂത്തയിടത്തെ പോലെ, പിന്നെ മുനീർ ഹുദവിയെ പോലെ, എം അക്ബറിനെ പോലെയുള്ള ആളുകൾ പബ്ലിക്കിൽ വന്നിട്ട് പറയുവാണ് നമ്മുടെ ഇസ്ലാം ആകെ തകർച്ചയിലാണ് കേട്ടോ. അതിന്റെ കാരണക്കാര് നിങ്ങൾ തന്നെയാണ്. അതിന്റെ കാരണക്കാര് നിങ്ങൾ തന്നെയാണ്. അതായത് 6-ാം നൂറ്റാണ്ടിന്റെ പുസ്തകത്തിൽ എന്താണ് ഉള്ളത് എന്ന് നിങ്ങൾ മറച്ചു വെച്ചിട്ട് ജനങ്ങളെ പറഞ്ഞ് മിഥ്യകൾ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതല്ല സത്യം, ഇതാണ് സത്യം എന്ന് വിളിച്ച് ഞങ്ങൾക്ക് പറയാൻ അവസരങ്ങൾ ഉണ്ടാക്കി തന്നത് നിങ്ങളൊക്കെയാണ്. അതുകൊണ്ട് മുസ്ലിം യുവതയ്ക്ക് വെളിവ് വെച്ചു. ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ പെൺകുട്ടികൾ പോലും ഞങ്ങൾ പേർയന്ത്രമാകാൻ തയ്യാറല്ല എന്ന് പറയുന്നു. എന്താ കാരണം? എന്താ കാരണം? ഞങ്ങൾക്ക് അടിമ ജീവിതം നയിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് അടിമ ജീവിതം നയിക്കാൻ പറ്റില്ല. ഭർത്താവിന്റെ അടിമയായി, കൃഷിയിടമായി, പേറിയന്ത്രമായി ജീവിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. ഞങ്ങൾക്ക് വിദ്യാഭ്യാസം വേണം, തൊഴിൽ വേണം, സാമ്പത്തിക സ്വാതന്ത്ര്യം വേണം. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ രാജ്യം ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ സ്വാതന്ത്ര്യവും അനുഭവിച്ച് ഞങ്ങൾക്ക് മനുഷ്യനെ പോലെ ജീവിച്ചു മരിക്കാൻ ഇവിടെ സാധിക്കണം. അതുകൊണ്ട് 10 വയസ്സാകാനും 6 വയസ്സാകാനും 9 ആകാനും 15 കഴിഞ്ഞാൽ 18 എന്ന് പറഞ്ഞ് കെട്ടിക്കാനും ഒക്കെ നിങ്ങൾ നോക്കിയാൽ അതൊന്നും ഇന്ന് നടക്കില്ല. ഒരു ഉമ്മ കണ്ണീരോടെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നൊരു കാര്യം പറഞ്ഞു, കേട്ടു നോക്ക്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. ഉപ്പയും ഉമ്മക്ക് എത്ര ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു കാരണം അവർ പറയില്ല. ഈ അടുത്തും കൂടി നമുക്കൊരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് നിന്നായിരുന്നു. ഒരു മോളെയും കൊണ്ട് ഒരു ഉപ്പയും ഉമ്മയും നമ്മുടെ അടുത്ത് വന്നിരുന്നു. കുട്ടിയുടെ പ്രധാന പ്രശ്നം അവൾക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. ഉപ്പയും ഉമ്മയും കുറെ കല്യാണാലോചനകളൊക്കെ കൊണ്ടുവരും, എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞാൽ മുടക്കും. കുട്ടി നമ്മളെ അടുത്ത് വന്നു, ഫസ്റ്റ് സെഷനിൽ ഇരുന്നു, ഒന്നും ഓപ്പൺ അപ്പ് ആയില്ല. 2ാമത്തെ സെഷൻ പോയി, 3ാമത്തെ സെഷൻ പോയി, 4ാമത്തെ സെഷന് വരുമ്പോഴാണ് കുട്ടി നമ്മളടുത്ത് കാര്യങ്ങൾ പറയുന്നത്. കുട്ടിക്ക് ചെറുപ്പകാലത്ത് ഉണ്ടായ ഒരു ട്രോമ, സ്വന്തം അങ്കിളിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു ദുരനുഭവം, അതാണ് കുട്ടീനെ ഈ ഒരു സിറ്റുവേഷനിലേക്ക് ഇപ്പൊ എത്തിച്ചത്. എല്ലാ ആണുങ്ങളും അങ്ങനെയാണ്, അല്ലെങ്കിൽ ഞാൻ കല്യാണം കഴിച്ചാൽ എന്റെ ഹസ്ബൻഡ് ഇങ്ങനെ തന്നെ ആവും, എനിക്ക് കിട്ടാൻ പോകുന്ന അനുഭവം ഇതാവും എന്നുള്ളൊരു ചിന്താഗതിക്ക് കുട്ടി എത്തുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് കല്യാണത്തോടും ആണുങ്ങളോടും തന്നെ ഒരു വെറുപ്പാവുന്ന സിറ്റുവേഷനിലേക്ക് എത്തി. കുട്ടിക്ക് ഇപ്പൊ കല്യാണം കഴിക്കാൻ ഒരു താല്പര്യവും ഇല്ല. പേരൻസ് ഒരുപാട് ഉപദേശിച്ചു നോക്കി, ഒരുപാട് സ്ഥലങ്ങളിൽ കൊണ്ടുപോയി നോക്കി, ഒന്നും നടക്കാതായപ്പോഴാണ് സൈക്കോളജിസ്റ്റായി ഞങ്ങളെടുത്ത് എത്തുന്നത്. ഞങ്ങൾ അവിടെ ചെയ്തത് കുട്ടിക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കാനുള്ള ഒരു സ്പേസ് ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. കുട്ടീനെ ജഡ്ജ് ചെയ്യാതെ ഞങ്ങൾ കേൾക്കും എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾ കൊടുത്തു. പെൺകുട്ടികള് പബ്ലിക് ഒപ്പീനിയനിൽ വന്നിട്ട് പറയുന്നത് കേട്ടിട്ടില്ലേ? ഞങ്ങൾക്ക് വിവാഹമല്ല വേണ്ടത്, വിദ്യാഭ്യാസമാണ്. അല്ല മോളെ, കെട്ടിയിട്ട് പഠിക്കാമല്ലോ. നിങ്ങൾ കെട്ടിയിട്ട് പഠിപ്പിക്കണ്ട, ഞങ്ങൾ അഴിച്ചു വിട്ടു പഠിച്ചോളാം എന്ന് പറയുന്ന മുസ്ലിം പെൺകുട്ടികൾ വർദ്ധിച്ചു വരുന്നു. പിന്നെ ആദില നൂറ ഒരുപാട് ഉസ്താദുമാരെടുത്ത് ഇങ്ങനെ വിമർശിച്ച് കണ്ടന്റാക്കി കൊണ്ടുപോകുന്ന ഒരു വിഷയമാണ്. ആ പെൺകുട്ടികളെ അവരുടെ വീടുകളിൽ തന്നെ വാപ്പയും വാപ്പയുടെ അനുജനും ഉമ്മയുടെ സഹോദരന്മാരുമൊക്കെ എന്ത് പെരുമാറ്റമാണ് കാഴ്ചവെച്ചത് എന്ന് പബ്ലിക്കിൽ വന്ന പെൺകുട്ടികൾ പറഞ്ഞത് നമ്മൾ കേട്ടതല്ലേ അല്ലേ? എളാപ്പ പറഞ്ഞത് എന്താ? വാപ്പയുടെ അനുജൻ ശരിയായ ഒരു ആണിന്റെ സുഖം എന്താണ് എന്ന്
ഞാൻ കാണിച്ചു തരാം ആ ലോഡ്ജിലേക്ക് വരാൻ. വാപ്പയുടെ അനുജൻ എന്ന് പറഞ്ഞാൽ ബയോളജിക്കലി സ്വന്തം പിതാവാണ്. അപ്പോ മകളെ പോലെ കാണേണ്ടുന്ന പെൺകുട്ടിയോട് ലിംഗബലം കാണിക്കാൻ വെല്ലുവിളിക്കുന്ന ഇതുപോലെയുള്ള തെണ്ടികൾ, കാമപ്രാന്തന്മാര് കുടുംബത്തിലുണ്ടെങ്കിൽ എങ്ങനെയാ പെൺകുട്ടികളെ വിവാഹം കഴിച്ച് ഒരു കുടുംബ ജീവിതത്തിലേക്കൊക്കെ പോകുന്നത്? മുമ്പ് ഈ ക്ലബ് ഹൗസ് ഒക്കെ തുടങ്ങിയ സമയത്ത് മദ്രസ പീഡനങ്ങളിലെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു സെക്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരു 45 വയസ്സുള്ള, ഒരു 40 വയസ്സുള്ള ഒരു സ്ത്രീ അവരുടെ ദുരനുഭവം വന്ന് പറയുന്ന സമയത്ത് മറ്റൊരു സ്ത്രീ പറയാണ്, ഇന്നും കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുമ്പോൾ മദ്രസയിലെ ഉസ്താദ് മുലഞ്ഞെട്ടുകൾ ഞെരടിയതിന്റെ ഭീതിയാണ് എനിക്കുണ്ടാകുന്നത്. അത് തന്നെയല്ലേ മുമ്പ് ഞാൻ പല തവണകളിൽ നിങ്ങളെ കേൾപ്പിച്ചതാണല്ലോ, മദ്രസകളില് ഉസ്താദുമാര് അടുത്ത് പിടിച്ച് കുട്ടികളെ നിർത്തി ഉടുപ്പിനകത്തൂടെ കൈയിട്ടിട്ട് കുഞ്ഞു മുലകൾ ഞെരടി സുഖിക്കുന്ന ഈ കാമഭ്രാന്തന്മാരും ഈ വൃത്തികെട്ട ഇത്തരം മനോരോഗത്തിന്റെ, ലൈംഗിക രോഗത്തിന്റെ ഒക്കെ പിടിയിലകപ്പെട്ട ആളുകളും ഉണ്ടെങ്കിൽ പെൺകുട്ടികൾക്ക് വിവാഹത്തോട് തന്നെ വെറുപ്പാകും. പിന്നെ ഒരുപാട് കുടുംബ ജീവിതങ്ങൾ അവര് കാണുമല്ലേ, ഒരുപാട് കുടുംബ ജീവിതങ്ങൾ അവര് കാണുന്നു, അവര് മനസ്സിലാക്കുന്നു. അതായത് ഒരു പെണ്ണ് എന്ന് പറഞ്ഞാൽ 5 കാര്യങ്ങൾക്ക് പെണ്ണിനെ അടിക്കാം എന്നൊരു പുരോഹിതൻ പബ്ലിക്കിൽ വന്ന് പ്രസംഗിക്കുക. സ്വാഭാവികമായും ഏതൊരു പെൺകുട്ടിയും അതൊന്ന് കേൾക്കും. ഏ സിറാജുദ്ദീൻ എന്ന് പറയുന്ന ഒരു ഉസ്താദാണ് ഈ പ്രസംഗിക്കുന്നത്. 1, കിടപ്പറയിൽ പെണ്ണിനെ സെക്സിന് വിളിച്ചിട്ട് പോയിട്ടില്ലെങ്കിൽ അടിക്കണം. ആരാണ്? ഭർത്താവ്. അപ്പൊ ഭർത്താവിന്റെ ശാരീരിക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഒരു ഭോഗവസ്തുവാണ് പെണ്ണ് എന്ന് പബ്ലിക്കിൽ വിളിച്ചു പറയുന്നത് ഈ മതപുരോഹിതന്മാരാ. അവന്മാരെ കുറ്റം പറയണ്ട, നമ്മുടെ പുസ്തകത്തിലുള്ളത് തന്നെയാണ് ഈ പറയുന്നത്. 2, കളി കഴിഞ്ഞാൽ പെണ്ണ് കുളിക്കണം. കാക്കായ്ക്ക് തുടച്ചിട്ട് പോയി കിടക്കാൻ കുഴപ്പമില്ല, പെണ്ണ് കുളിക്കണം, നോക്കിയിരിക്കണം പെണ്ണ് കുളിക്കുന്നുണ്ടോന്ന്, അല്ലെങ്കിൽ അതിനും കൊടുക്കണം 2 പെട. പിന്നെ ഭർത്താവിന്റെ അനുമതിയില്ലാതെ പുറത്തൊരു പെണ്ണു പോയാൽ കൊടുത്തോ 4 എണ്ണം, കുഴപ്പമൊന്നുമില്ല. ബാങ്ക് കേട്ടാൽ അപ്പ എഴുന്നേറ്റ് നിസ്കരിച്ചോണം. നിസ്കരിക്കാൻ അവൾ തയ്യാറായിട്ടില്ലെങ്കിൽ അപ്പോഴും കൊടുക്കണം പെട. ഇനി 1, എപ്പോഴാണോ ഭർത്താവിന് സ്ത്രീയുടെ സൗന്ദര്യം ആസ്വദിക്കണം എന്ന് തോന്നുന്നത് അപ്പോൾ അവൾ അതിന് തയ്യാറാകണം, വിവസ്ത്രയാകണം. മുമ്പ് EP അബൂബക്കർ കാസിമിയുടെ ഒരു പ്രസംഗത്തിലുണ്ട്, അവൾ ഉറങ്ങരുത്, അവൾ അവളുടെ വസ്ത്രം സ്വയം ഊരി അവന്റെ ശരീരത്തിലേക്ക് ഒരസി അവനെ ഉണർത്തുന്നതുവരെ ഒരു പെണ്ണിനും ഉറക്കം പാടില്ലാത്തതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കിടന്ന് വിളിച്ചു പറഞ്ഞത് കേട്ടോ. അതെ ഉസ്താദേ, നീയൊക്കെ പറയുന്ന ഈ വൃത്തികേടുകൾ ഇന്നത്തെ യുവതലമുറ കേൾക്കുന്നുണ്ട്. ഇതേ അൺലിമിറ്റഡായി ആളുകളിലേക്ക് നിന്റെയൊക്കെ പ്രഭാഷണങ്ങൾ എത്തുന്ന സോഷ്യൽ മീഡിയ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അവരിത് കേൾക്കും, അവരിത് ചിന്തിക്കും. പെണ്ണെപ്പോഴും കിടക്കണം. അപ്പോ പെണ്ണിനെ അബൂ ഹുദൈഫ നൽകുന്ന വിശദീകരണം ഇതാണ്: പെണ്ണ് എന്ന് പറഞ്ഞാൽ ഉടുപ്പ്, ബെഡ്ഷീറ്റ്. അവള് കിടക്കണം. അവളെ ചരിച്ചു കിടത്തിയോ മലർത്തി കിടത്തിയോ കുത്തിക്കിടത്തിയോ എങ്ങനെയാണെങ്കിലും വേണ്ടില്ല, പ്രസവ പലകയിൽ പെണ്ണ് പ്രസവം പ്രതീക്ഷിച്ച് പൂർണ്ണ ഗർഭിണിയായി പ്രസവ സമയത്ത് 2ഉം 2ആകാൻ വേണ്ടി കാത്തു നിൽക്കുന്ന അവസരത്തിൽ പോലും പുരുഷൻ അവന്റെ പൊങ്ങിയ ലിംഗവുമായി വന്നാൽ പെണ്ണ് കിടന്നു കൊടുക്കണമെന്നാണ് ഈ ചിലാം പഠിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നീയൊക്കെ തയ്യാറായാൽ, നീയൊക്കെ പബ്ലിക്കിൽ ഇങ്ങനെ വിളിച്ചു കൂവിയാൽ ഏത് മുസ്ലിം പെൺകുട്ടികളാണ് നിനക്ക് കല്യാണത്തിന് സമ്മതിക്കുക? നിന്റെയൊക്കെ അടിമകളായി ജീവിക്കാൻ ഏത് ആത്മാഭിമാനമുള്ള പെൺകുട്ടികളാണ് തയ്യാറാക്കുക? അതുകൊണ്ട് പെൺകുട്ടികൾക്ക് പഠിക്കണം, അവർക്ക് ജോലി വേണം, അവർക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം വേണം,
അവർക്ക് സ്വതന്ത്രമായി പക്ഷികളെ പോലെ ചിറക് മുളയ്ക്കണം. അവർക്ക് ഇഷ്ടമുള്ളത്, സൗകര്യമുള്ളത് മര്യാദയ്ക്ക് അവർക്ക് ചെയ്യാൻ സാധിക്കണം. പാണക്കാട് തങ്ങളുടെ കുടുംബത്തിൽ നിന്നൊരു പെൺകുട്ടി, ഒരു കുഞ്ഞു ബീവി മാധ്യമങ്ങളിൽ വരുന്നു, ഇന്റർവ്യൂ കൊടുക്കുന്നു, മുഖം മറയ്ക്കുന്നില്ല. ഒരു പുരുഷനാണ് അടുത്തിരിക്കുന്നത്. ഏതെങ്കിലും ഒരു ഉസ്താദ് അത് മതപരമല്ല എന്ന് പറഞ്ഞ് വിമർശിച്ച് നിങ്ങൾ ആരെങ്കിലും കണ്ടോ? കൊമ്പും തുമ്പിക്കൈയുമുള്ള ഇന്നത്തെ ജീവിച്ചിരിക്കുന്ന പ്രവാചകന്റെ കുടുംബം എന്ന് പറഞ്ഞിട്ട് ഇവര് കൊണ്ടു നടക്കുന്ന പാണക്കാട് തങ്ങന്മാരുടെ ബീവിമാരെ, കുഞ്ഞു ബീവിമാരെ വിമർശിക്കാൻ ഇന്ന് ആർക്കാ നട്ടലിന് ധൈര്യമുള്ളത്? ആർക്കാ നട്ടലിന് ബലമുള്ളത്? അതേപോലും ഒരു സാധാരണക്കാരന്റെ മകൾ പഠിച്ചു മിടുക്കിയായി സമ്മാനം വാങ്ങാൻ വേണ്ടി സ്റ്റേജിൽ കയറിയപ്പോൾ മാഷിദ PV, ആരാടാ നിന്നോടൊക്കെ പറഞ്ഞത്? സമസ്തയുടെ നിയമം നിനക്കറിയില്ലേടാ, നിനക്കൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് മുണ്ട് മടക്കി കുത്തി ആ വയസ്സനായിട്ടുള്ള, ആ ബുദ്ധിക്കും വാർദ്ധക്യം ബാധിച്ചിട്ടുള്ള ആ മനുഷ്യൻ കിടന്ന് തുള്ളിയത് നമ്മൾ കണ്ടില്ലേ? അബ്ദുള്ള മുസ്ലിയാര് കണ്ടില്ലേ നമ്മൾ? എന്തോ മോനെ അബ്ദുള്ള മുസ്ലിയാര് കിടന്ന് തുള്ളിയത് നമ്മൾ കണ്ടല്ലോ വേദിയില്. അപ്പോ ഇതൊക്കെ തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കാണുന്ന സാധാരണക്കാരന്റെ കുടുംബത്തിലെ പെൺകുട്ടികൾക്ക് കിട്ടുന്നതേ ഈ ചോറും കറിയും തന്നെയാ. അവരുപയോഗിക്കുന്നതേ ഈ സോഷ്യൽ മീഡിയ തന്നെയാ. അവർക്ക് കാര്യങ്ങൾ കൃത്യമായും മനസ്സിലാകും. അപ്പൊ അവര് പറയുന്നു, ഇവന്റെയൊക്കെ വെറും ഒരു ഭോഗവസ്തുവായി മാറാൻ ഞങ്ങൾക്ക് വയ്യ, ഞങ്ങൾക്കൊരു ജോലിയൊക്കെ ആകട്ടെ. അപ്പൊ പിന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഗ്രിപ്പ് വരുമല്ലോ. അപ്പൊ കല്യാണത്തെ കുറിച്ച് ആലോചിക്കാം. എന്നിട്ട് ഇവര് പറയാണ് നമ്മളൊക്കെ കാരണമാണ്. ഹലോ, ഈസാ നബിന്റെ ബർത്ത്ഡേ അതും ചിലത് കൊണ്ടാടുന്നുണ്ട്. ഈസാ നബി നമ്മളെ നബിയാ. ഈസാ നബി അലൈഹി സ്വലാം നമ്മളെ നബിയാണ്. അപ്പൊ ആ യേശു ഇവിടെ അടുത്ത് വരാനിരിക്കുകയാണ്. അപ്പൊ യേശുവുമായിട്ട് നമുക്ക് വലിയ ബന്ധമുണ്ട്. നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് യേശു. ഈ ദീനുൽ ഇസ്ലാം വിശ്വസിക്കാൻ വരുന്ന ആളാണ്. അന്നലേക്ക് ഈസാ നബി അലൈഹി സ്വലാമിന്റെ ജന്മദിനം നമ്മൾ അന്ന് സന്തോഷിക്കുന്നത് നല്ലതാണ്. അതില് കുഴപ്പമൊന്നുമില്ല. ഈസാ നബി അലൈഹി സ്വലാമിന്റെ ജന്മദിനം പലരും കൊണ്ടാടുമ്പോൾ നമ്മളും അതിൽ കൊണ്ടാടിയല്ലേ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളും ആദ്യം പറഞ്ഞ ഉസ്താദ് എന്താ പറഞ്ഞത്? അത് ആഘോഷിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞില്ലേ, 6 നാട്ടിൽ 100 രൂപത്തിലാണ് ഇവര് മതവുമായിട്ട് വരുന്നത്. ഒരാൾ പറയും പെണ്ണിനെ സ്റ്റേജിൽ കയറ്റാം, പെണ്ണിനെ പള്ളിയിൽ കയറ്റാം. മറ്റൊരു വിഭാഗം വന്നിട്ട് പറയും ഏയ് പറ്റില്ല, നിങ്ങള് ശരി പെണ്ണ് പള്ളിയിൽ നിന്ന് നിസ്കരിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല, മറ്റത് പാടില്ല. പെണ്ണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചോട്ടെ, സ്ഥാനാർത്ഥി ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, ഭരണാധികാരി ആയിക്കോട്ടെ. മറ്റവര് അത് പറ്റില്ല. പെണ്ണിന് മുഖം മറയ്ക്കാമോ? മറച്ചോട്ടെ. മറ്റവരെ അത് പറ്റില്ല. ഇങ്ങനെ എല്ലാ വിഷയങ്ങൾക്കും വ്യത്യസ്തമായ അഭിപ്രായമാണ്. മറ്റേ ഉസ്താദ് എന്താ പറഞ്ഞത്? ക്രിസ്ത്യാനികളുടെ ദൈവമായിട്ടുള്ള, ക്രിസ്ത്യാനികളുടെ ജീസസ് ക്രൈസ്റ്റിന്റെ ജന്മദിനം അവരാഘോഷിച്ചോട്ടെ, മുസ്ലിങ്ങൾക്ക് പാടില്ല എന്നാ പറഞ്ഞു. മറ്റേ വാഴയും കുലയുമുള്ള ഉസ്താദ് എന്താ പറഞ്ഞത്? നബിദിനവും ക്രിസ്തുമസും പറ്റില്ല, അത് നമുക്ക് പറ്റൂല, ഒരുമിച്ച് പറ്റൂല, നമുക്ക് ക്രിസ്തുമസ് പറ്റൂല, നബിദിനമേ പറ്റൂല. ഇപ്പൊ ഇയാള് വന്നിട്ട് എന്താ പറയുക? എല്ലാവർക്കും ഒരു ഗ്രന്ഥം വെച്ചിട്ട് തന്നെയല്ലേ ഇവരെ വിശദീകരിക്കുന്നത്. പോലെ ഒരു മതത്തിന്റെ വിവാഹക്കാർ പ്രത്യേകം കൊണ്ടാണ് പരിപാടി ആകുമ്പോ അങ്ങോട്ട് നമ്മൾ ഓരോ ചർച്ചയ്ക്ക് നമ്മൾ അല്ല, ഈസാ നബിയും യേശുവും ഒരാളാണ് എന്ന് ഇവര് പറയുമ്പോൾ ക്രിസ്ത്യാനികൾ ഖുർആനും ഹദീസും വെച്ചിട്ട് തന്നെ, ബൈബിളും ഖുർആനും ഹദീസും വെച്ചിട്ട് തന്നെ യേശുവും ഈസയും ഒരാളല്ല എന്ന് വ്യക്തമായും തെളിയിച്ചിട്ടുള്ള സംഗതിയാണ്. എന്നാലും യേശു മാന്യനായതുകൊണ്ട് നിങ്ങൾ നബിയാക്കാൻ ശ്രമിക്കുന്നു, അവരത് വിട്ടുതരത്തൂല്ല. ശരി, കൊണ്ടതില്ല, നമ്മൾ കൊണ്ടാടിയില്ലോണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പൊ തുടങ്ങാം അല്ലേ? അങ്ങനെ ഈസബിനു മറിയം എന്ന് പറയുന്ന ഈസയുടെ ജന്മദിനം ഇസ്ലാം മതവിശ്വാസികൾ ആഘോഷിച്ചു തുടങ്ങുകയാണ്. ചെണ്ടകൊട്ടും മേളവും ഒക്കെ ആയിട്ടാണ്
നല്ല പാട്ടുകളുമൊക്കെ ആയിട്ട് മൈക്കുകൾ, ജൂതന്റെ എല്ലാ സംവിധാനങ്ങളുമായിട്ട് ആട്ടവും കുത്തും മ്യൂസിക്കുള്ളതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് കേട്ടോ. ഇങ്ങനെ ഇവര് തുടങ്ങിയിട്ടുണ്ട്. ശരി, ഒരു ക്രിസ്മസ് കേക്കും ഇരിപ്പുണ്ട് അവിടെ, നോക്കിക്കേ. യേശുവിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചിട്ട് ഒരു കേക്കുമുണ്ട്. ഇനി എന്തെല്ലാം കാണേണ്ടി വരുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇവർക്കൊരു ഉണ്ണിയേശു ഉണ്ടല്ലോ, അതുപോലെ ഹിന്ദുക്കൾക്ക് ഉണ്ണിക്കണ്ണനുമുണ്ടല്ലോ. അപ്പൊ മുസ്ലിങ്ങൾ ചിന്തിച്ചു, നമുക്ക് എന്താ ഒരു ഉണ്ണി മുഹമ്മദിനെ അവതരിപ്പിച്ചു. എന്തെങ്കിലും വീഡിയോ ഉണ്ടായിരുന്ന ഒരു ഡോക്യുമെന്ററിയാണ്. അങ്ങനെ ഇവര് ഭീമവള്ളിയിലാണ് എന്റെ തുടക്കം കേട്ടോ. കുതിരപ്പുറത്ത് ഒരു ചെറിയ കുഞ്ഞിനെ വേഷം കെട്ടി ഉണ്ണി മുഹമ്മദായിട്ട് അവതരിപ്പിച്ച് വലിയ ഒരു ഘോഷയാത്രയൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തലയ്ക്ക് വെളിവില്ലാത്ത ഒരു 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 വിഭാഗം എന്ന് പറഞ്ഞാൽ ഇവരാ. അതായത് ഹിന്ദുക്കൾക്ക് ഉണ്ണികൃഷ്ണനുണ്ട്, ഉണ്ണിക്കണ്ണനുണ്ട്. ഇവർക്ക് എല്ലാം ഡ്യൂപ്ലിക്കേഷൻ ആണല്ലോ ഇവിടെ നടക്കുന്നത്. ജൂതന്മാരുടെ ബാങ്ക് വിളി കോപ്പി അടിക്കുക, ക്രിസ്ത്യാനികളുടെ ബൈബിള് കോപ്പി അടിക്കുക, ഹിന്ദുക്കളുടെ ആചാരങ്ങൾ കോപ്പി അടിക്കുക. എല്ലാം കോപ്പി അടിച്ച കൂട്ടത്തില് നബി കോപ്പി അടിക്കാൻ വിട്ടുപോയ, നബിക്ക് ശേഷം വന്ന അനുചരന്മാര് കോപ്പി അടിക്കാൻ വിട്ടുപോയതെല്ലാം ഇന്നത്തെ മുസ്ലിം ജനത അങ്ങോട്ട് കോപ്പി അടിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ചെറിയ കുഞ്ഞിനെ മുഹമ്മദിന്റെ വേഷവും കെട്ടിച്ചിട്ട് ഇവര് ഉണ്ണി മുഹമ്മദായിട്ട് കൊണ്ടു നടന്നു. ഇപ്പൊ മുജാഹിദ് വിഭാഗം ഈസാ നബിയുടെ ജന്മദിനം ആഘോഷിക്കാൻ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ടോ? ഇല്ല, അവർ ഒരു ജന്മദിനം ആഘോഷിക്കുന്നവരല്ല കേട്ടോ. പിന്നെ ഹുസൈൻ മടവൂരിനെ പോലെയുള്ള ആളുകള്, പിന്നെ അബ്ദുസലാം സുലമിയെ പോലെയുള്ള ആളുകളൊക്കെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഇനിയും ഒരു വിഷയവും കൂടിയുണ്ട്. മുഹമ്മദ് നബിയുടെ ജന്മദിനം വരുമ്പോൾ ഓതാനുള്ള മൗലിദ് ഇവിടെ റെഡിയാ. ഒരുപാട് മൗലിദുകളുണ്ട്. ഈസാ നബിയുടെ ജന്മദിനത്തിന് ഏത് മൗലൂദ് നിങ്ങൾ ഓതും? ഇവര് നബിയെ മഹാനാക്കി, അള്ളാഹുവിനേക്കാൾ പോക്കി, ഇർത്തഖത്തു അലൽ ഖത്വാ, ഭയങ്കര പാട്ടുകളാണ്. മറന്നുപോയി ഞാൻ. ലക്ക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി എന്നൊക്കെയുള്ള ചില പാട്ടുകളുണ്ട്. അപ്പോ അള്ളാഹുവിനെ ഒക്കെ വിട്ടിട്ട് നബിയോട്, പ്രവാചകരെ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി, എന്നോട് പൊറുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആവലാദികളൊക്കെ ബോധ്യപ്പെടുത്തുന്ന ചില പാട്ടുകളാ. പിന്നെ നബിയെ ഇങ്ങനെ ഇവരെ ചന്ദ്രന്റെ കഷ്ണം പോലെ ശോഭിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയുള്ള ഇതാ. അപ്പോ മുഹമ്മദ് നബിയുടെ ജന്മദിനം നമുക്ക് ആഘോഷിക്കാൻ പാടുണ്ട് എന്ന് പറയുന്ന ഇവര് ഈസയും യേശുവും ഒരാളാണ് എന്ന് പറയുന്ന ഇവർക്ക് എന്തുകൊണ്ടാണ് ഈസാ നബിയുടെ ജന്മദിനം ആഘോഷിക്കാം എന്ന് പറയാൻ പറ്റാത്തത്? അല്ല, ഈസാ നബി നമ്മുടെ നബിയാണെന്നല്ലേ ഇവര് പറഞ്ഞത്? ഈസാ നബി എന്ന് പറഞ്ഞാല് നമ്മുടെ നബിന്, പിന്നെ ഈസയും യേശുവും ഒരാളാണോ എന്നുള്ള രൂപത്തില് ഒരുപാട് പുരോഹിതന്മാര്, ക്രിസ്ത്യൻ പുരോഹിതന്മാര് ഇവർക്ക് മറുപടി കൊടുത്തിട്ടുണ്ട്. ഉണ്ടായിരുന്നു, നോക്കട്ടെ. മുസ്ലിങ്ങളുടെ അവന് വിട്ടില്ല. പരസ്യമാണ്, ഞാൻ എടുക്കാം. 18ഓളം വ്യത്യാസങ്ങൾ പറയുന്നുണ്ട്. യേശുവും ഈസാ നബിയും ഒരാളല്ല എന്ന് സമർത്ഥിച്ചിട്ട് ക്രിസ്ത്യാനികൾ തന്നെ. ഇവരൊക്കെ തന്നെ ഇവർക്ക് പറ്റുള്ളൂ കേട്ടോ. കാരണം അണ്ണാക്കിൽ അട്ടി കൊടുക്കണം, അണ്ണാക്കില്. ഇവരെ എല്ലാവരുടേതും ഇവരങ്ങോട്ട് ഏറ്റെടുത്തു. കണ്ടില്ലേ, മാവേലിയെ വരെ മുഹമ്മദ് അലി ആക്കി മാറ്റിയ ഒരു വിഭാഗമാണ് ഇവര്. അവരുടെ വാദം പൊളിച്ചടുക്കാൻ ഒരു ബാധ്യത ഇവരുണ്ടല്ലോ. ജിഹാദികൾ പറഞ്ഞുണ്ടാക്കിയ കഥകൾ തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്തണ്ടേ? യേശു ക്രിസ്തുവും ഈസാ നബിയും അല്പം കൂടെ വ്യക്തമായി പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ ഈസാ നബിയും ക്രിസ്ത്യാനികളുടെ യേശു ക്രിസ്തുവും രണ്ട് മതങ്ങളിലും പൊതുവെ യേശുവിനെ അംഗീകരിക്കുന്നുണ്ട്. ഇസ്ലാമിൽ നിന്നും ക്രിസ്തു മതത്തിൽ നിന്നും, അതായത് ഖുറാനിൽ നിന്നും ബൈബിളിൽ നിന്നും യേശുവിനെ മാറ്റി നിർത്താൻ കഴിയുകയില്ലെന്ന് പൊതുവെ പറയപ്പെടുന്നു. എന്നാൽ ചോദ്യം മറ്റൊന്നാണ്. മുസ്ലിങ്ങളുടെ ഈസാ നബിയും ക്രിസ്ത്യാനികളുടെ യേശു ക്രിസ്തുവും ഒരാൾ തന്നെയാണ്. പ്രത്യക്ഷത്തിൽ ഈസാ നബിയും യേശു ക്രിസ്തുവും ഒരേ ആൾ തന്നെയാണ് എന്ന് ചില സാമ്യതകൾ കാണുന്നുണ്ട് എങ്കിലും രണ്ട് മതങ്ങളിലുമുള്ള വിശ്വാസങ്ങൾ ചില വ്യത്യസ്തതകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇസ്ലാം വിശ്വാസപ്രകാരം പറയപ്പെടുന്ന ഈസാ നബിയും ക്രിസ്തു മതപ്രകാരമുള്ള യേശു ക്രിസ്തുവും ഒരാൾ തന്നെയാണോ എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. പിൽക്കാലത്ത് അനേകം കുഞ്ഞുങ്ങൾ യേശു ക്രിസ്തുവും ഈസാ നബിയും ഒരാൾ തന്നെയാണ് എന്നുള്ള ചില സംശയങ്ങളാൽ ലവ് ജിഹാദ് പോലുള്ള കാര്യങ്ങളിൽ കുരുങ്ങിപ്പോയിട്ടുണ്ട്.
എന്നാൽ അത് കൂടാതെ ചില വ്യക്തികളിൽ സംശയങ്ങളെ വിത്തുപാകുവാൻ ഇത് ഇടയായിട്ടുമുണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ അതിന്റെ ചുരുളുകൾ അഴിച്ച് പിന്നെ ഒരു കാര്യമുണ്ട്, യേശുവും ഈസയും ഒരാളാണോ എന്ന ചോദ്യം ആരോടാണ് നിങ്ങൾ ഈ ചോദിക്കുന്നത്? ഇങ്ങനെ ഒരാളാണ് എന്ന് പറയുന്ന ആൾക്കാര് ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നവരാണ്. തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്ന നിങ്ങൾ അവരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കില്ല. എന്നാലും പറഞ്ഞു. വെൽക്കം ടു ദ വീഡിയോ. മൈ നെയിം ഇസ് നോയൽ പർദീസ എന്ന് ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ ഒരു കാരണങ്ങൾ ഉണ്ടാകും. അത്തരം കാരണങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കടന്നു പോകുന്നത്. ഖുർആൻ പറയുന്നത് അനുസരിച്ചാണ് എന്നുണ്ടെങ്കിൽ ഈസ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള ഒരു വചനം